പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, അബുദാബി, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. മനാമയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ഖത്തറിലെ അൽ ഉദൈദ്, UAEയിലെ അൽ ദാഫ്ര, ബഹ്റൈനിലെ US നേവി ആസ്ഥാനം തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ ലയൺസ് റോർ എന്ന നീക്കത്തിനുള്ള തിരിച്ചടിയായാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് നാശനഷ്ടങ്ങളോ ആളപായമോ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങൾക്ക് സമീപമുള്ള സൈനിക താവളങ്ങളിൽ ആക്രമണം നടന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ്. പല രാജ്യങ്ങളിലും തങ്ങളുടെ വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചു. മേഖലയിലെ സാഹചര്യം കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ.